ആമുഖമായിക്കൊണ്ട് എല്ലാരും 2 കുപ്പി തേൻ വാങ്ങിക്കോ. ഈ തേൻ കിട്ടൂലങ്ങള്. 28 കൊല്ലം മക്കളില്ലാത്ത സഹോദരിമാര് 22, 16 കൊല്ലം 15 കൊല്ലൊക്കെ അത്ര ഫളില് കിട്ടിയിട്ടാ. അപ്പൊ ഞാൻ സലാത്തുൽ ഫാത്തിഹ ചൊല്ലുവിടെ. ആ സമയത്ത് ആ തേനിന്റെ കുപ്പി ഇങ്ങനെ തുറന്നു വെക്കണം. ഇജ്ജ് സലാത്തുൽ ഫാത്തിഹ ചൊല്ലുമ്പോൾ ആ തേനിൻ്റെ കുപ്പി ഇങ്ങനെ തുറന്നു വെക്കുക. എന്നിട്ട് ആ തേനിൻ്റെ കുപ്പിയിലേക്ക് കുട്ടികൾ ഉണ്ടാകാനുള്ള മരുന്ന് കൊടുക്കുന്നത് ആരാണ് ആമിതേ? ആറ്റക്കോയ എന്നൊക്കെ പറഞ്ഞിട്ട് പാറ്റക്കോയായിട്ട് നടക്കുന്നുണ്ടല്ലോ. അതിലേക്ക് കുട്ടികൾ ഉണ്ടാകാനുള്ള മരുന്നിട്ട് കൊടുക്കുന്ന ആരാണ്? അള്ളാഹുവിൻ്റെ ഒരു പ്രവാചകനായിരുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് 100 ചില്ലാനം വയസ്സ് പ്രായമുള്ളപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രിയപത്നി 90 വയസ്സിന് മുകളിൽ പ്രായമുള്ള സാറാ ബീവിക്ക് മക്കളെ കൊടുത്ത അള്ളാഹു എന്ത് തേന് കുടിച്ചിട്ടാണ് അതിൽ മക്കളെ കൊടുത്തത്? അതുപോലെ തന്നെ മറിയം ബീവി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആ ഒരു കാലത്ത് അവർ ആ നാട്ടിലൊന്നുമില്ലാത്ത ഭക്ഷണങ്ങൾ, പഴവർഗ്ഗങ്ങൾ കഴിക്കുന്നത് കണ്ടുകൊണ്ട് സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരുടെ അടുത്തേക്ക് വരികയാണ്. അത് കണ്ടപ്പോൾ ചോദിക്കുകയാണ്, മറിയമേ ഇവിടെ നിന്നാണ് ഈ ഭക്ഷണം? അള്ളാഹു നൽകിയതാണ്, അള്ളാഹു കൊടുത്തുവിട്ടതാണ് എന്ന് പറയുമ്പോൾ മറിയമിന് ഭക്ഷണം കൊടുത്ത അള്ളാഹുവേ, എനിക്കൊരു കുഞ്ഞിനെ കൊണ്ട് ആ ജരാനരകൾ ബാധിച്ചു, എനിക്ക് പ്രായമായി. ആ പ്രായമായ സക്കരിയ നബിക്കൊരു മകനെ കൊടുത്തു അള്ളാഹു. എന്ത് തേന് കുടിച്ചിട്ടാണ് ആമിതേ? എന്തിനാണ് ഈ മനുഷ്യന്മാരെങ്ങനെ പിഴിഞ്ഞിട്ട് നോണ പറഞ്ഞിട്ട് ഈ തേൻ കച്ചവടം നടത്തുന്നത്? ഈ തേൻ കച്ചവടത്തും എന്നല്ലേ ഇജ്ജ് വലിയ മോലാളിയായത്? പറ. എന്നിട്ട് ഓരോരോ സലാത്തുൽ ഫാത്തിഹ ചൊല്ലുമ്പോഴും ആ തേനിൽ ഊതണം. ഊതി അത് മരുന്നാകുമോ? ആ തേനിൽ ഊതണം. അങ്ങനെ തേനിൽ ഊതുകയൊക്കെ ചെയ്യാം. ഊതി അത് മരുന്നാവുന്ന ആരാ എൻ്റെ അടുത്ത് പറഞ്ഞത്? ഈ മനുഷ്യന്മാരെ വെറുതെ നുണ പറഞ്ഞ് പറ്റിക്കല്ലേ ഈ? ക്യാൻസർ മാറിയവർ ഈ മജ്‌ലിസിലുണ്ടോ? ഓലെ പേരെന്താ? ഓലെ പേരും അഡ്രസ്സും ഫോൺ നമ്പറും ഒന്ന് പറഞ്ഞ. ക്യാൻസർ മാറിയവർ ഈ വേദിയിലുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവിടെ 100-150 ആളുകൾ ഉണ്ടാവും. അതിൽ ആരെയാണെന്ന് വെച്ചിട്ട് നമ്മൾ പോയി കാണുക. ഹാമിദിന്റെ തേന് കുടിച്ചിട്ട് ക്യാൻസർ മാറി എന്നുള്ള ആ ഒരു അർത്ഥത്തിൽ ഒരാളെ അത് നാടകക്കാരെ ഏൽപ്പിക്കരുത് കേട്ടോ. അത് നമ്മളൊന്ന് കൊണ്ടുപോയിട്ട് ടെസ്റ്റ് ചെയ്യും. ഏത് മരുന്നൊക്കെയാണ് വേറെ അതിൻ്റെ ഒപ്പം കുടിച്ചത്, ഏത് മരുന്ന് കുടിച്ചിട്ടാണ് ക്യാൻസർ മാറിയത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. പറ. സുബ്ഹാനല്ലാഹ്, അതിനൊരു കുറവില്ല. അൽഹംദുലില്ലാഹ്, സുബ്ഹാനല്ലാഹ്, മാഷാ അല്ലാഹ്. ഇത് പണ്ടേ ഈ ഫുട്ബോളിന് അനൗൺസ്മെന്റ് ചെയ്തിട്ടല്ലേ ഈ പരിപാടിയൊക്കെ തുടങ്ങിയത്? ഫുട്ബോളിന് അനൗൺസ്മെന്റ് ചെയ്യലായിരുന്നു ഒരു സമയത്ത് മൂപ്പരുടെ പരിപാടി. ഫുട്ബോളിന് ടീമിനുണ്ടാക്കിയിട്ട് പൊളിഞ്ഞു, പിന്നെ ഫുട്ബോളിന് അനൗൺസ്മെന്റ് ചെയ്യലായി. പിന്നെ കുറച്ച് ടാക്സി ഡ്രൈവർ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഗൾഫിലൊക്കെ പോയി. പിന്നെ കുറെ പെണ്ണെട്ടി നടന്നു. അങ്ങനെ പല തരികിടകളും നടത്തി പരാജയപ്പെട്ട അവസാനം ഇതുപോലെ ഒരു ആത്മീയ ചൂഷണം എന്ന തരികിട നടത്തിയിട്ട് അതിൽ കുറേ അന്ധവിശ്വാസികളെ അണികളായി കിട്ടിയപ്പോൾ, കുറേ താത്താമാരെ അഡ്മിന്മാരായി കിട്ടിയപ്പോൾ ഒരു യൂട്യൂബ് ചാനലും തുടങ്ങിയിട്ട് തേൻ കച്ചവടം ചെയ്തിട്ട് കോടികൾ സമ്പാദിച്ചുകൊണ്ട് വിവരക്കേട് വിളമ്പി നടക്കുന്ന ഹാമിദിന്റെ പിന്നാലെ നിന്ന് ഞങ്ങൾ പിന്മാറാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഹാമിദ് പറ. വെള്ളപ്പാണ്ട് മാറിയവരുണ്ടോ? വെള്ളപ്പാണ്ട് മാറിയവരുണ്ട് എന്നാ പറഞ്ഞത്. ആ വെള്ളപ്പാണ്ട് മാറിയ ഒരു സാധുവിനെ ഒന്ന് കാണിച്ചോണ്ടാ ഹാമിദേ? ഈ നോണ കുറെ കാലമായില്ലേ പറയൽ തുടങ്ങിയിട്ട്. ഒരാളെ കാണിച്ചോണ്ടാ? 33 കൊല്ലുവല്ലോ, അപ്പോഴും അതിലൂതണം. ഇഖ്ലാസ് എന്ന ആ സൂറത്തിന്റെ പേര് പോലും ഈ സാധുവിന് അറിയില്ല. ഇഖ്ലാസ് കുലുവല്ല എന്നല്ല, ഇഖ്ലാസ് എന്ന് പറഞ്ഞു തുടങ്ങണം. ദീന് വിറ്റിട്ടല്ലേ ജീവിക്കണത് അല്ലേ? ഏതായാലും മയ്യത്ത് കച്ചവടം തുടങ്ങിയിട്ടില്ല. മയ്യത്ത് കിട്ടാനിട്ടാണ്. ഞാൻ 5 മയ്യത്താവുമ്പോൾ എൻ്റെ മക്കൾ എൻ്റെ മയ്യത്ത് വിറ്റ് കായാക്കിക്കോളും. അത് മറ്റൊരു കാര്യം. എന്തായാലും പറ. മനസ്സിലായില്ല. അപ്പൊ അതുകൊണ്ട് എപ്പോഴും കിട്ടൂലത്. ഈ സാധനം കിട്ടാല. 10,000 തേൻ കുപ്പിയൊക്കെ മന്ത്രിക്കാന്ന് പറഞ്ഞാല് കേട്ടോ, ഇടത്തെ കഴിയുമ്പോൾ ഒരു 200 റുപ്യല്ലേ? അപ്പട്ടോ കേട്ടുവേ 200 റുപ്യല്ലേ എന്ന് പറഞ്ഞാൽ നിസ്സാരാണ് മൂപ്പർക്ക് 200 റുപ്യ. എന്നാൽ ഇന്ന് കൂലിപ്പണി എടുക്കുന്ന ആൾക്ക് 1000-ഓ 1200-ഓ കൂലി കിട്ടിക്കഴിഞ്ഞാൽ ഓൻ്റെ ഭക്ഷണവും ഓൻ്റെ വണ്ടിക്കൂലിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഓൻ്റെ മക്കൾക്ക് ഭക്ഷണത്തിനുള്ള ബാക്കി കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഉണ്ടല്ലോ ഒരുപാട് 100 കൂട്ടം ചെലവുകളുണ്ടല്ലോ. എന്നിട്ട് അതിൽ നിന്നൊരു 200 രൂപ ഇതുപോലെയൊരു വിവരക്കേടിന് മാറ്റിവെക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ എൻ്റെ തേനിന് അത്രക്ക് വലിയൊരു ശക്തിയും പവറും ഉണ്ടെങ്കിൽ മാറ്റാമിതെ നടന്ന് മാറ്റേ. ക്യാൻസർ കംപ്ലീറ്റ് മാറ്റേ. അള്ളാൻ്റെ ഒന്ന് പുണ്യം കിട്ടട്ടെ.
പുണ്യം കിട്ടാൻ വേണ്ടിയിട്ട് എന്താ ഇത് ചെയ്യാത്ത? 200, 300, 500 വെച്ചിട്ട് ഇതിന് റേറ്റ് ഇട്ടിട്ട് ബ്ലേഡ് പലിശക്കാരെക്കാട്ടിലും വലിയ പണിയല്ല ഇജ്ജ് ചെയ്തും കൊണ്ട് കിടക്കുന്നത്. തേന് കിട്ടൂല എന്നേ പറഞ്ഞത്. 1000 അല്ല 5000 ലിറ്റർ വേണമെങ്കിലും ഞമ്മക്ക് ആളുകളെ അടുത്ത് പോയിട്ട് അത് സംഘടിപ്പിക്കാം അല്ലേ? ഇനി മരത്തുമ്മ കയറിയിട്ട് തന്നെ അല്ലാതെ ഈ തേൻ വളർത്തൽ കേന്ദ്രത്തിലൊക്കെ പോയിട്ട് അതിനിപ്പോൾ എങ്ങനെ ഉണ്ടാക്കണമെങ്കിലും തേനീച്ചർ അത് കൂടി വന്നിട്ടുള്ളത് തന്നെയല്ലേ. അത് നമുക്ക് 1000, 1500 ലിറ്റർ നമുക്ക് സംഘടിപ്പിക്കാം. എന്നിട്ട് അതൊന്നും ഇങ്ങനെ ഊതിയിട്ട് ഒക്കെപ്പാടെ ഊതാൻ നിൽക്കണ്ടേ, ഇങ്ങനെ 1500 ഊതാൻ നിൽക്കണ്ടേ. ഒരു ചെമ്പട്ടി വലിയൊരു ചെമ്പട്ടിയിലാക്കുക, അല്ലെങ്കിൽ വലിയൊരു വാട്ടർ ടാങ്കിലാക്കുക. എന്നിട്ട് അതിലൊരൊറ്റ ഊത്താണ്ട് ഊതുക. എന്നിട്ട് ഈ ക്യാൻസർ രോഗികൾക്ക് മൊത്തം, വെള്ളപ്പാണ്ടുള്ളവർക്ക് മൊത്തം, അതേപോലെ എന്ത് അസുഖങ്ങളുണ്ടോ, എനിക്ക് പനിയും ജലദോഷമാണ്, ഇന്നലെ പോയിട്ട് ഒരു ഗ്ലൂക്കോസ് കയറ്റിയിട്ട് ആണ് ക്ഷീണം മാറിയത്, അപ്പോൾ എനിക്കും വേണമെങ്കിൽ ഒരു കുപ്പി കൊടുന്നോ, ജൂതിയതല്ലേ, പൈസ ഒന്നും തരൂല, എൻ്റെ പേര് എവിടെ, അഡ്രസ്സ് എവിടെയെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. എന്നിട്ട് വന്നിട്ട് ഒരു കുപ്പി എനിക്കും കൊടുന്നുണ്ടാ. അതേപോലെ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നവർക്കൊക്കെ കൊണ്ടേ കൊടുക്കുക. എനിക്ക് പുണ്യം കിട്ടാൻ വേണ്ടിയിട്ട് ഇതൊന്നും ചെയ്താ അതെന്താ ചെയ്യാത്ത? പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലേ ഈ തരികിടയും കൊണ്ട് കിടക്കുന്നത്. ഈ സാധുക്കൾ കൂലിപ്പണി എടുക്കുന്ന പാവങ്ങളെയൊക്കെ നീ 200, 300 വാങ്ങിയിട്ട്, അതേപോലെ തന്നെ മണലാരണ്യത്തിൽ പോയി കഷ്ടപ്പെടുന്ന പ്രവാസികളുടെ ഭാര്യമാര് അവരുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കാണല്ലോ എൻ്റെ ലിങ്ക് ഇങ്ങനെ കൊണ്ടുപോയിട്ട് ചാമ്പി കൊടുക്കുന്നത്. എന്നിട്ട് ആ സാധുക്കൾ ഓലെ അടുത്ത് പൈസ ഒന്നുമില്ല, ഓലിക്ക് ആ സാധുക്കൾ ഗൾഫിൽ നിന്ന് അവരുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കുന്ന തുച്ഛമായ ആ സംഖ്യയിൽ നിന്നാണല്ലോ 200, 300 ഇങ്ങനെ പുടുങ്ങിയും കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അപ്പുറമാണല്ലോ ഈ 3.5 ഏക്കറേയും 4.5 ഏക്കറേയും സ്ഥലം അവിടെ ഇവിടെയും പോയി വാങ്ങിയിട്ട് 6666 വെച്ചിട്ട് ഇങ്ങനെ വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇതൊന്നും നിർത്തിക്കാം. എന്നിട്ട് പുണ്യം കിട്ടുന്നും പറഞ്ഞിട്ടൊന്ന് കൊടുക്കൂലേ? ഇത് പണ്ട് മൗലൂദ് ഓതുന്ന മൂല്യന്മാര് സ്വന്തം വരിയിൽ മൗലൂദ് ഓതൂല. ഒരു മൗലൂദ് ഓതണമെങ്കിൽ എന്ത് വേണം? അവിടെ കോയിയിറച്ചിയും പത്തിരി ഉണ്ടാക്കണം. എന്നിട്ട് ഓലിക്ക് ടോർച്ചിന്റെ പുള്ളി ഇങ്ങനെ കറക്റ്റാക്കി വെക്കും പോലെ പോക്കറ്റിക്ക് ഒരു 200, 300, 500, 1000 ഇട്ട് കൊടുക്കണം. എന്നാലേ മൗലൂദ് നടക്കുള്ളൂ. പൈസയും തിന്നാനും ഇല്ലെങ്കിൽ മൗലൂദില്ല, നബിനോട് സ്നേഹമില്ല, ഒരു മരിച്ചവനോട് ഒരു സ്നേഹം ഉണ്ടാവില്ല. അതേപോലെ തന്നെ എൻ്റെ തേൻ കച്ചവടം, എൻ്റെ മജ്ലിസുന്നൂറോ അല്ലെങ്കിൽ സ്വലാത്തുൽ ഫാത്തിയോ എന്താവട്ടെ, ആ യൂട്യൂബ് ചാനലിൻ്റെ മോണിറ്റൈസ് ഒന്ന് ഓഫാക്കിയിട്ട് ഇതൊന്ന് മജ്ലിസ് നടത്തിക്കാം. അതുപോലെ തന്നെ ഇതുപോലെ തേൻ കച്ചവടം, ചികിത്സയൊക്കെ പൈസ വാങ്ങേണ്ടതെന്ന് ചെയ്യൂല. അപ്പൊ പ്രിയമുള്ളവരെ, ഇവൻ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള തരികിടയാണ്. ദീനുൽ ഇസ്ലാമിൽ ഇങ്ങനത്തെ ചികിത്സ അല്ല, ദീനുൽ ഇസ്ലാമിൽ ഇങ്ങനത്തെ തേൻ കച്ചവടം അല്ല. തേനിൽ ഷിഫുണ്ട് എന്നുള്ളത് അള്ളാന്റെ ഹബീബ് പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്, പരിശുദ്ധ ഖുർആനിൽ പരാമർശിച്ച സംഭവമാണ്. അതിലൊന്നും സംശയമില്ല. ഏത് തേനിനെ കുറിച്ചും തേനീച്ചനെ കുറിച്ചിട്ടൊക്കെ പരിശുദ്ധ ഖുർആനിൽ വളരെ വ്യക്തമായിട്ട് പരാമർശിച്ചിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് തേനിൽ ഷിഫയുണ്ട് എന്നും പറഞ്ഞിട്ടുണ്ട്. എന്ന് കരുതിയിട്ട് നിങ്ങൾ പെട്ടെന്ന് വല്ല അറ്റാക്കിൻ്റെ നെഞ്ഞുവേദന അല്ലെങ്കിൽ അതുപോലെയുള്ള നെഞ്ഞുവേദന, അതുപോലെ സ്ട്രോക്കൊക്കെ വരുമ്പോൾ നിങ്ങൾ തേനും കൊണ്ട് ഉയ്യാൻ നിൽക്കണ്ട, തേന് കൊടുത്തിട്ട് ഊതാനും നിൽക്കണ്ട, ആമിത് ഊതിയ തേന് കൊടുക്കാനും നിൽക്കണ്ട. നിങ്ങൾ നേരെ ആശുപത്രിയിൽ കൊണ്ടുപോകുക. ഹാർട്ട് അറ്റാക്ക് വന്നാൽ തേനുമ്പോൾ നിൽക്കൂല. ഇനി റസൂലുള്ള പറഞ്ഞതല്ലേ, അല്ല പറഞ്ഞിട്ടില്ലേ, അങ്ങനെയൊന്നും നിങ്ങൾ അപ്പം കരുതണ്ട. നിങ്ങൾ അല്ല പറഞ്ഞ പോലെ മൊത്തം ജീവിക്കുന്നുണ്ടോ? നിങ്ങൾ മുഹ്സിനീങ്ങളായിട്ട് ജീവിക്കുന്നുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൽ പലിശയുടെ ഒരു അംശമില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഹറാമിൻ്റെ ഒരു അംശം നിങ്ങളുടെ വയറ്റിലില്ല എന്നുള്ള ഉറപ്പ് നിങ്ങൾക്കുണ്ടോ? അള്ളാഹുവിൻ്റെ ഹബീബും അള്ളാഹുവും പറഞ്ഞ ഇന്നിപ്പോൾ ഇന്ത്യയുടെ പല ഭാഗത്ത് മസ്ജിദുകളിൽ പൂട്ടിയിടുകയാണ്, അതായത് ടാർപ്പായി കൊണ്ടും തുണി കൊണ്ടും പൊതിഞ്ഞിടുകയാണ്. എന്നിട്ട് പല ആളുകളും ഇങ്ങനെ പറയുന്നത് കേട്ടു, വല്ലാത്ത കഷ്ടം തന്നെ കേട്ടോ. എന്ത് കഷ്ടമാണ് ചങ്ങായിമാരെ? ഇസ്സത്ത് വേണം. ഇവിടെ ഇന്ത്യയിൽ എത്ര ജാറങ്ങളുടെ നിന്ന് അന്വേഷിച്ചു നോക്കി നിങ്ങൾ. ഇത്രയും ജാറങ്ങൾക്കിടയിലുള്ള പള്ളികളിൽ ഈ ജാറ വ്യവസായം നടക്കുന്ന ഈ നാട്ടിൽ അഹ്ലുസുന്ന എന്ന് പറയുന്നത് തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ഈ ഷിയായിസത്തിൻ്റെയും ജൂതായിസത്തിൻ്റെയും കൂത്തരങ്ങായ ഈ നാട്ടിൽ അള്ളാന്റെ പള്ളികൾ ഈ കോലത്തിൽ കെട്ടിപ്പൂട്ടി പൊതിഞ്ഞു വെക്കേണ്ട ഒരു അവസ്ഥ വന്നുവെങ്കിൽ അത് ഇസ്സത്തില്ലായ്മയുടെ ഭാഗമാണ്. അഹ്ലുസുന്ന എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായില്ല. ഷിയാക്കൾ പഠിപ്പിച്ച അഹ്ലുസുന്ന എന്ന് പറയുന്ന ഉപ്പുംചാക്കിലെ പഞ്ചസാരയും കൊണ്ട് നടക്കുന്ന ആളുകളെ ഇതുപോലെയുള്ള പൊട്ടപ്പോയത്തക്കാരൻ്റെ അടുത്ത് പോയിക്കൊണ്ട് നിങ്ങളുടെ ഈമാൻ കളഞ്ഞു കുളിക്കാതിരിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ അസുഖം ഉണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കാണുക, അള്ളാഹുവോട് ദുആ ചെയ്യുക. അതിനിപ്പോൾ ഇംഗ്ലീഷ് ഡോക്ടറെ കാണണമെന്നില്ല, നല്ല വൈദ്യന്മാരുണ്ടോ, നിങ്ങൾ പോയി കണ്ടോളേ. ആയുർവേദ മരുന്ന് കൊണ്ട് മാറുന്ന അസുഖങ്ങളുണ്ടോ? ആയുർവേദം ശരിക്ക് രോഗം വരാതിരിക്കാനുള്ളൊരു സംവിധാനമാണ്, അല്ലാണ്ട് രോഗത്തിനുള്ള ചികിത്സയായിട്ടല്ല ആയുർവേദം കൊണ്ടു നടക്കേണ്ടത്. ആയുർവേദം എന്നുള്ളത് രോഗം വരാതിരിക്കാനുള്ള ചികിത്സയാണ്. അതുപോലെ ഹോമിയോ ഉണ്ട്. ഹോമിയോ മരുന്ന് കൊണ്ടൊക്കെ ഇപ്പോൾ ഈ ചെറിയ കുട്ടികൾക്കൊക്കെ നമ്മൾ അലോപ്പതി മരുന്ന് കൊടുക്കുന്നതിന് മുമ്പ് ഹോമിയോ മരുന്ന് ശീലിക്കുന്ന കുട്ടികൾക്കൊക്കെ ശരീരത്തിന് വലിയ
ക്ഷതമേൽക്കാതെ അതുപോലെ സൈഡ് എഫക്റ്റ് ഇല്ലാതെയൊക്കെ കൊണ്ടു നടക്കുന്ന പല ആളുകളുണ്ട്. പക്ഷേ അതിനും അതിൻ്റെതായ പരിമിതികൾ ഉണ്ടാകും എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. കൂടുതലായിട്ട് അറിയില്ല. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് വീഡിയോ കാണുകയാണെങ്കിൽ ഡോക്ടർ സൂപ്പി എന്ന് പറയുന്ന പ്രിയ സ്നേഹിതൻ, അദ്ദേഹം നമ്മുടെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണാറുണ്ട്. അദ്ദേഹം ദീനിൻ്റെ മാർഗത്തിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ദഅവത്തിൻ്റെ മാർഗത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളെയൊക്കെ സഹായിക്കുന്ന കൂട്ടത്തിലുള്ള ആളാണ്. ഈ പരിശുദ്ധ റംസാനിലും അദ്ദേഹത്തിൻ്റെ സഹായം ഈ ഉള്ളവന് കിട്ടിയിട്ടുണ്ട് ഇൻഷാ അല്ലാ. അപ്പോൾ അതുപോലെ ദീനിൻ്റെ മാർഗത്തിൽ സഹായിക്കുന്നവരെയൊക്കെ അള്ളാഹു സഹായിക്കട്ടെ. ഹോമിയോയുടെ കൂടുതൽ കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഒരു കമൻറ്റ് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇൻഷാ അല്ലാ. ഇതുപോലെ ഉള്ള മുറിവൈദ്യന്മാരെ അടുത്ത് പോയിട്ട്, മുറിവൈദ്യം എന്നും പറയാൻ പറ്റില്ല, മൊല്ലായമാരെ അടുത്ത് പോയിട്ട് നിങ്ങൾ നിങ്ങളുടെ രോഗം കൂട്ടിയിട്ട് ഏത് ചെറിയ പുണ്ണൊക്കെ ഉണ്ടാവുള്ളൂ, ചെറിയ ചൊറിയും പുണ്ണൊക്കെ ഉള്ളത് വ്രണാക്കിയിട്ട് അത് പിന്നെ പൊട്ടി ഒലിച്ചിട്ട് നടക്കുന്നൊരവസ്ഥയാവരുത്. അതിന് മാനസികമായാലും വേണ്ടില്ല, ശാരീരികമായാലും വേണ്ടില്ല. അസുഖം വന്നാൽ അതിൻ്റേതായിട്ടുള്ള ഡോക്ടർമാരെ വൈദ്യന്മാരെ കണ്ടുകൊണ്ട് ചികിത്സിക്കുക. ചില രോഗങ്ങളുണ്ട്, അതിന് സ്പെഷ്യലൈസ് ചെയ്ത ഡോക്ടർമാരെയൊക്കെ തന്നെ കാണുക എന്നുള്ളതാണ് പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.